10 വർഷങ്ങൾക്ക് മുൻപ് ന്യൂജേഴ്സിയിൽ നടന്ന ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഞാൻ ബോഡി ഷേമിംഗ് ചെയ്യുന്നതൊന്നുമല്ല, എന്നാൽ നാട്ടുകാരും സ്കൂളിലെ കുട്ടികളും ഫ്രണ്ട്സും എല്ലാവരും ഒരേപോലെ കളിയാക്കുന്ന ഒബീസ് ആയിട്ടുള്ള അഥവാ പൊണ്ണത്തടിയനായിട്ടുള്ള ക്രിസ് എന്ന ഈ പയ്യനാണ് നമ്മുടെ കഥാനായകൻ. പൊണ്ണത്തടിയനായ ക്രിസിന് ജാമി എന്ന അതിസുന്ദരിയായ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അതിസുന്ദരി എന്ന് പറഞ്ഞാല് സ്കൂളിലെ എല്ലാവർക്കും പുള്ളിക്കാരിയെ പ്രൊപ്പോസ് ചെയ്യണം. ഒരുപാട് പേർക്കാണ് ജാമി എന്ന പെൺകുട്ടിയോട് ക്രഷ് ഉള്ളത്. അതിൽ ഒരാളാണ് നമ്മുടെ ക്രിസും. ജാമി എന്ന പെൺകുട്ടിക്ക് ക്രിസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്നാൽ ലവർ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും ബ്രദർ ആയിട്ടും മാത്രം. അവരുടെ ഹൈസ്കൂൾ കഴിഞ്ഞ് ഇന്ന് ജാമിയുടെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിക്ക് ചെന്ന് ക്രിസ് ജാമിയെ പ്രൊപ്പോസ് ചെയ്യാനായി തീരുമാനിച്ചു. തന്റെ എല്ലാ ഫീലിംഗ്സും ക്രിസ് തന്റെ ഇയർ ബുക്കിൽ എഴുതുകയാണ്. ക്രിസിന്റെ സ്റ്റഡി ടേബിളിന്റെ ചുമരിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുഴുവനും ജാമിയുടെ ഫോട്ടോസ് ആണ്. അത്രയ്ക്കും ക്രിസിന് ജാമിയെ ഇഷ്ടമാണ്. സോ ഇന്ന് പ്രൊപ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിസിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ പാട്ടൊക്കെ പാടി ഇയർ ബുക്ക് എഴുതുന്ന സമയത്താണ് ക്രിസിന്റെ 8 വയസ്സ് പ്രായമുള്ള മൈക്ക് എന്ന സഹോദരൻ റൂമിൽ കയറി വന്നത്. നിന്നെയൊക്കെ ആര് നോക്കാനാ പൊണ്ണത്തടിയ എന്ന് പറഞ്ഞ് കളിയാക്കി മൈക്ക് പെട്ടെന്ന് ഓടി പോവുകയാണ്. ക്രിസിന്റെ വിചാരം ജാമി തന്നെ മാത്രമാണ് പാർട്ടിക്ക് ക്ഷണിച്ചത് എന്നാണ്. എന്നാൽ ക്രിസ് ജാമിയുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും അവിടെയുണ്ട്. സോ ഈ കപ്പിൾ ആണ് ക്രിസിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവന്റെ പേര് ക്ലാർക്ക് എന്നാണ്, ഗേൾ ഫ്രണ്ടിന്റെ പേര് ഡാർല എന്നുമാണ്. ക്രിസ് ഇന്ന് ജാമിയെ പ്രൊപ്പോസ് ചെയ്യാനായി പോകുന്നത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അവര് ക്രിസിനോട് നീ പേടിക്കേണ്ട, എല്ലാം ശരിയാവും, അവൾ യെസ് പറയും എന്നൊക്കെ പറഞ്ഞ് ക്രിസിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ് ജാമിയെ കാണാനായി ചെല്ലുകയാണ്. സോ ഗൈസ്, ഇവിടുന്ന് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്ന ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക ജാമി. ജാമി ക്രിസിനെ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ക്രിസിന്റെ കൈ പിടിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ റൂമിൽ നിന്ന് ക്രിസ് തന്റെ ഇഷ്ടം ജാമിയോട് പറയാനായി പോകുന്ന സമയമാണ് ടിം എന്ന ഒരുത്തിന് റൂമിലേക്ക് കയറി വന്നത്. അവൻ അമിതമായി മദ്യപിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ ജാമിയോട് തന്റെ ഇയർ ബുക്കിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ വന്നത്. എന്നാൽ ജാമി ടിമ്മിനോട് ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ടിമ്മിനെ റൂമിൽ നിന്ന് പുറത്തയച്ചു. അങ്ങനെ ബെഡിൽ നിന്ന് തന്റെ ഇയർ ബുക്കുമായി ടിം അവിടുന്ന് പോയി. നീ എന്തോ പറയാൻ വന്നിരുന്നല്ലോ, അത് പറ എന്ന് ജാമി ക്രിസിനോട് പറഞ്ഞപ്പോൾ ദാണ്ടെ വേറൊരുത്തൻ. അപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തി ഇവനാണ് ഡസ്റ്റി. ഡസ്റ്റിക്ക് ജാമിയെ ഒരുപാട് ഇഷ്ടമാണ്. പല തവണ ഡസ്റ്റി ജാമിയെ വളക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പാളിപ്പോയി. എന്നാൽ ആശാൻ ഇപ്പോൾ അവസാന അടവെടുക്കാൻ വേണ്ടിയാണ് വന്നത്. സംഗീതം പാട്ടിൽ വീഴാത്ത ഏത് പെണ്ണാണുള്ളത് അല്ലെ? ഞാൻ നിനക്ക് വേണ്ടി സ്വന്തമായി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാമിയുടെ പേരിൽ എഴുതിയ പാട്ട് ഡസ്റ്റി പാടാനായി പോവുകയാണ്. എന്നാൽ സത്യം പറയാലോ, മഹാബോറ് പാട്ടാണ്. ആ പാട്ട് കേട്ടുനിന്ന ജാമിയുടെയും ക്രിസിന്റെയും തൊലി ഉരിഞ്ഞുപോയി. എന്തായാലും ആ കാളരാഗം സഹിക്കാനാവാതെ ക്രിസ് ഡസ്റ്റിയെ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണ്. എന്നിട്ട് തന്റെ കാര്യം പറയാനായി പോവുകയാണ്. അപ്പോൾ ജാമി പെട്ടെന്ന് ക്രിസിനായി മേടിച്ച ടീഷർട്ട് പെട്ടെന്ന് ക്രിസിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നീ ഇപ്പോൾ തന്നെ ധരിക്കണമെന്നും ജാമി പറഞ്ഞു. അങ്ങനെ ക്രിസ് ആ ടീഷർട്ട് ധരിക്കുകയാണ്. ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ എഴുതിയ ടീഷർട്ടാണ് ജാമി ക്രിസിന് കൊടുത്തത്. അതിൽ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. ക്രിസ് ഒരു കോമാളിയെ പോലെ അതും ധരിച്ച് അവിടെ ജാമിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജാമി, ഓ എന്തൊരു ക്യൂട്ടാണ് നിന്നെ ഇത് ധരിച്ച് കാണാൻ, വാ എന്റെ അമ്മക്ക് ഇത് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ക്രിസിനെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി പോകുമ്പോൾ ക്രിസ് ജാമി അവിടെ പിടിച്ചിരുത്തി, എടി പ്ലീസ് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ എന്റെ ഇയർ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജാമി ഇയർ ബുക്ക് ഒച്ചത്തിൽ വായിക്കുകയാണ്. എന്നാൽ അതൊന്നും എഴുതിയത് ക്രിസ് അല്ല, അത് ടിം ആണ് എഴുതിയത്. അതായത് നേരത്തെ ടിം റൂമിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ടിം എടുത്ത ഇയർ ബുക്ക് മാറിപ്പോയി. ടിം തന്റെ ഇയർ ബുക്ക് എടുക്കുന്നതിന് പകരം ക്രിസിന്റെ ഇയർ ബുക്ക് എടുത്തിട്ടാണ് പോയത്. അത് മനസ്സിലാക്കി ക്രിസ് പെട്ടെന്ന് റൂമിൽ നിന്ന് ടിമ്മിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ ടിം അത് അപ്പോഴേക്കും ഒച്ചത്തിൽ വായിച്ച് എല്ലാവരും കേൾപ്പിച്ചു. ക്രിസ് ഓടി വന്നത് കണ്ട് എല്ലാവരും ക്രിസിനെ പരിഹസിച്ച് വളരെ മോശമായിട്ട് കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ ടിം ഇതൊക്കെ വായിക്കുന്നത് ജാമിയും കേട്ടിരുന്നു. എന്തായാലും എല്ലാവരുടെയും കളിയാക്കലുകൾ കേട്ട് ക്രിസ് സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തന്നെ സൈക്കിൾ എടുക്കാനായി ഓടി. എന്നാൽ അപ്പോൾ ജാമിയും അവിടെ ഓടി ക്രിസിന്റെ അടുത്തേക്ക് വന്നു. ജാമി പറയാണ്, ക്രിസ് നിനക്ക് എന്നോട് എങ്ങനെയാണോ ഫീലിംഗ്സ് ഉള്ളത്, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു. അപ്പോൾ ക്രിസിന്റെ മുഖത്ത് ഒരു സന്തോഷം വന്നു. എന്നാൽ ജാമി, ഐ ലവ് യു ആസ് എ ബ്രദർ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോ മറ്റുള്ളവർ വീണ്ടും ഒച്ചത്തിൽ കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും ക്രിസ്, നീയൊക്കെ നോക്കിക്കോ, ഞാൻ തിരിച്ചു വരും, അന്ന് കളിയാക്കിയ നീയൊക്കെ തന്നെ അത് മാറ്റി പറയും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ക്രിസ് അന്ന് ആ നാട് തന്നെ വിട്ടു. ക്രിസ് പോകുമ്പോൾ ജാമി
ക്രിസിനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ് തിരിഞ്ഞു പോലും നോക്കാതെ പോവുകയാണ്. ഓക്കെ, അപ്പോ ഇതാണ് 10 വർഷങ്ങൾക്ക് മുൻപ് ന്യൂജേഴ്സിയിൽ നടന്ന സംഭവം. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? 10 വർഷങ്ങൾക്ക് ശേഷം ഇനിയുള്ള കഥ അങ്ങ് ലോസ് ആഞ്ചലസിൽ വെച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊണ്ണത്തടിയനായ ക്രിസിന്റെ കോലം. ആളിപ്പോൾ ഒരു ചുള്ളനായി. ഹോളിവുഡ് സിനിമകളിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിലാണ് ക്രിസ് വർക്ക് ചെയ്യുന്നത്. ആൾ ഒരു കോടീശ്വരനാണ്. അതേപോലെ ഏത് പെണ്ണിനെയും വളരെ നിഷ്പ്രയാസം ക്രിസിന് വളക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ക്രിസിന്റെ ഗേൾ ഫ്രണ്ട് ക്രിസിന് ഒരുപാട് തെറിയൊക്കെ പറഞ്ഞ് ബ്രേക്കപ്പ് എന്നും പറഞ്ഞ് പോകുന്നത് കാണാം. എന്നാൽ ക്രിസ് വളരെ കൂളായിട്ട് കാറിന്റെ ഗിയർ മാറുന്നത് പോലെ മറ്റൊരുത്തിയെ അപ്പോൾ തന്നെ വളച്ചെടുത്തു. ചിഞ്ചു പോയാൽ മഞ്ജു. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം ഇപ്പോഴും ക്രിസിന്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് ജെന്യുവൻ ആയിട്ട് ആരെയും ഇഷ്ടമല്ല. തനിക്ക് ഏത് സ്ത്രീയാണോ കണ്ടിട്ട് ഇഷ്ടമാകുന്നത് ആ സ്ത്രീയെ അപ്പോൾ തന്നെ വളച്ചെടുക്കും. അതിനെ മടുത്താൽ അപ്പോൾ തന്നെ ഒരു കാരണം വിട്ട് ബ്രേക്കപ്പ് ആവും. ഇതാണ് നമ്മുടെ ഹീറോന്റെ ഇപ്പോഴത്തെ ലൈഫ്. കാണാൻ ലുക്കുമുണ്ട്, കയ്യിലാണെങ്കിൽ പൂത്ത കാശുമുണ്ട്. ഏത് സ്ത്രീയും മുട്ടുകുത്തി വീഴും. സോ ഇവിടെ ക്രിസ് ഐസ് ഹോക്കി കളിക്കുന്നത് കാണാം. ആളുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോർട്ട് ആണ് അത്. അതിൽ ആള് ഹൈലി സ്കിൽഡുമാണ്. സോ ഇദ്ദേഹമാണ് നമ്മുടെ ക്രിസിന്റെ ബോസ്. ആള് വലിയ ഒരു പ്രൊഡ്യൂസർ ആണ്. അപ്പൊ ബോസ് എന്തിനാണ് ഇവിടെ ക്രിസിനെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചാൽ, ബോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത ആൽബത്തിന് തനിക്ക് സമാന്ത ജെയിംസ് എന്ന സിംഗറിനെയാണ് വേണ്ടത്. സമാന്ത ജെയിംസ് എന്ന ഈ സിംഗർ യുവാക്കളുടെ ഒക്കെ ഒരു ഡ്രീം ഗേൾ ആണ്. അത്രത്തോളം യുവാക്കളാണ് സമാന്തക്ക് ഫാൻസ് ആയിട്ടുള്ളത്. അപ്പൊ ക്രിസിനെ ഏത് പെണ്ണിനും വളക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബോസ് ഈ ജോലി ക്രിസിനെ ഏൽപ്പിച്ചത്. നീ സമാന്തയെ വളച്ച് നിന്റെ കൈക്കുള്ളിലാക്കണം. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ട് ചെയ്യാനായി അവളെ കൺവിൻസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുമെന്ന് ബോസ് ക്രിസിനോട് പറയുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ ക്രിസ് സമാന്ത ജെയിംസിനെ കാണാൻ പുള്ളിക്കാരിയുടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ഈ സമാന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഴിവുമില്ലാത്ത ഒരു സിംഗറാണ് സമാന്ത. എന്നാൽ ലുക്കുള്ളത് കൊണ്ട് മാത്രം ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ഡെസ്റ്റിയിലെ അവന്റെ പാട്ടിനെ ഇവര് കടത്തിവിടുന്ന വെറുപ്പിക്കൽ പാട്ടുകളാണ് സമാന്ത ജെയിംസിന്റേത്. എന്നാൽ കോമഡി എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഒരുപാട് യുവാക്കൾ ഫാൻസ് ഉള്ളത് കൊണ്ട് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. സോ ഇവിടെ ക്രിസ് സമാന്തയെ കാണാനേ ചെന്നു. പുള്ളിക്കാരി ക്രിസ് വളച്ചെടുക്കുകയും ചെയ്തു. സോ പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അവര് പാരീസിലേക്ക് പോവുകയാണ്. സോ അങ്ങനെ അന്ന് രാത്രി തന്നെ അവര് രണ്ടുപേരും പ്രൈവറ്റ് ജെറ്റിൽ പാരീസിലേക്ക് യാത്ര പുറപ്പെട്ടു. ഫ്ലൈറ്റ് യാത്ര നമ്മുടെ ക്രിസിന് തീരെ സുഖകരമല്ലായിരുന്നു. കാരണം ഈ സമാന്ത പാട്ടുപാടി ക്രിസിനെ വെറുപ്പിച്ച് കൊന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ സമാന്ത ഫ്ലൈറ്റിൽ നിന്ന് വലിയ ഒരു മണ്ടത്തരം ചെയ്തു കൂട്ടി. വേറൊന്നുമല്ല, തന്റെ കയ്യിൽ ടൂണ ഫിഷ് ഉണ്ട്. അത് ഫോയിലാണ് കവർ ചെയ്തിട്ടുള്ളത്. ആ ടൂണ ഫിഷ് ചൂടാക്കാൻ വേണ്ടി ഫോയിൽ അടക്കം പുള്ളിക്കാരി ഓവൻ വെച്ച് ചൂടാക്കുകയാണ്. അങ്ങനെ അത് ചൂടാക്കാൻ വെച്ച് വീണ്ടും അവിടെ ഇരുന്ന് പാടുകയാണ്. ഈ സമയം ഓവൻ കത്തുന്നത് കാണാം. അങ്ങനെ പൈലറ്റ് ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു. മാത്രമല്ല പ്രൈവറ്റ് ജെറ്റ് മുഴുവനായിട്ടും കത്തി നശിക്കുകയും ചെയ്തു. എന്തായാലും ഫയർഫോഴ്സ് വന്ന് തീ അണച്ചു. ഫയർഫോഴ്സിനോട് ക്രിസ് ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അവര് ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞു. ന്യൂ ജേഴ്സി എന്ന് കേട്ടപ്പോൾ ക്രിസിന്റെ മുഖം ആകെ മാറി. കാരണം തന്റെ സ്വന്തം നാട്ടിലാണ് ക്രിസ് ഇപ്പോൾ 10 വർഷത്തിനു ശേഷം എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നാട്ടിലൊന്ന് പെട്ടതല്ലേ, അമ്മയെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ക്രിസ് സമാന്തയും കൂട്ടി 10 വർഷത്തിനു ശേഷം തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. 10 വർഷത്തിനു ശേഷം മകനെ കണ്ട അമ്മ ശരിക്കും ഷോക്കായി. അങ്ങനെ ക്രിസ് തന്റെ പഴയ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ ക്രിസ് പണ്ട് ഒട്ടിച്ചു വെച്ച ജാമിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ട് ക്രിസിന്റെ മൂഡ് ആകെ പോയി. സോ ഇവിടെ ക്രിസും സമാന്തയും അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മ ചോദിക്കാണ്, എവിടെയായിരുന്നു നീ കഴിഞ്ഞ 10 വർഷം? ആ സമയമാണ് നമ്മുടെ ക്രിസിന്റെ സഹോദരൻ മൈക്ക് അവിടെ കയറി വന്നത്. മൈക്ക് ക്രിസിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ ക്രിസിനെ കണ്ട സന്തോഷത്തിലല്ല, സമാന്ത എന്ന തന്റെ പ്രിയ ഗായികയെ കണ്ട സന്തോഷത്തിലാണ് മൈക്ക് ഓടി ചാടി വന്നത്. അങ്ങനെ മൈക്കും സമാന്തയും നല്ല കമ്പനി ആവുന്നുണ്ട്. അന്ന് രാത്രി സമാന്തയെ കൂട്ടി ക്രിസ് താൻ പണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ചെല്ലുന്ന ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടുന്ന് ക്രിസ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ക്ലാർക്കിനെയും ഡാർലിയും കണ്ടു. അവരെ ബാക്കിൽ നിന്ന് പോയി വിളിച്ചു. അവര് തിരിഞ്ഞു നോക്കിയപ്പോൾ അവര് ക്രിസിനെ കണ്ട് ശരിക്കും ഷോക്കായി പോയി. അവര് രണ്ടുപേരും വിവാഹിതരായി. അവർക്കിപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. അതേപോലെ ക്ലാർക്ക് ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റ് കൂടിയാണ്. ഇതൊക്കെ കേട്ട് ക്രിസിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവര് സംസാരിക്കുമ്പോൾ ടിം പെട്ടെന്ന് കയറി വന്നു. ടിമ്മിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ടിമ്മാണ് ക്രിസിന് ഇയർ ബുക്ക് ഒച്ചത്തിൽ എല്ലാവർക്കും വായിച്ചു കേൾപ്പിച്ചു കൊടുത്തത്. അവന്റെ കോലം നോക്കിയേ, കുടിയനാണ്. നയാ പൈസ കയ്യിലില്ല. അതേപോലെ അവന് കഷണ്ടി ആയതായിട്ടും കാണാം. ആൾ ആകെ മാറി. ക്രിസ്, നീ വലിയ ആളായി പോയല്ലോ. നിന്നെ ഞാൻ ഇടയ്ക്ക് ടിവിയിൽ കാണാറുണ്ട്. മോഡൽസിന്റെയും സിനിമ നടിമാരുടെ ഒക്കെ കൂടെ പ്രോഗ്രാംസിൽ ഇരിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണ് പോലും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. നിന്റെ കയ്യിൽ ഒരു $5 എടുക്കാൻ കാണുമോ എന്ന് ചോദിച്ച് ക്രിസിന്റെ കയ്യിൽ നിന്ന് $5 വാങ്ങിക്കൊണ്ട് ടിം വീണ്ടും മദ്യപിക്കാനായി പോവുകയാണ്. സോ ഇവിടെ നമ്മുടെ ജാമിയെ കാണാം. ജാമി ആ ബാറിലാണ് ജോലി ചെയ്യുന്നത്. ജാമി എന്നാൽ ക്രിസിനെ കണ്ടപ്പോൾ നാണക്കേട് കാരണം പെട്ടെന്ന് അവിടെ കുഞ്ഞു നിന്ന് ഒളിക്കുകയാണ്.
എന്നാൽ ക്രിസ് ഓൾറെഡി ജാമിയെ കണ്ടു. ക്രിസ് അവിടെ ചെന്നപ്പോൾ ജാമി തന്നെ ക്രിസിന്റെ അടുത്ത് പോയി ക്രിസിനെ കെട്ടിപ്പിടിക്കുകയാണ്. ക്രിസ്, നീ എന്തോരം മാറ്റമാണ് മാറിയത്. ഇപ്പോൾ എനിക്ക് നിന്നെ മുഴുവനായിട്ടും കെട്ടിപ്പിടിക്കാൻ കഴിയുന്നുണ്ട്. പണ്ട് എനിക്ക് എന്റെ കയ്യിൽ നിന്നെ കൊള്ളില്ല. എന്ത് മായാജാലമാണ് സംഭവിച്ചത്. നീ ആളാകെ മാറിപ്പോയി എന്നൊക്കെ ജാമി ക്രിസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അവര് സംസാരിച്ചു. നാളെ നമുക്കൊന്ന് പുറത്തു പോകാം, ഒരുപാടായില്ലേ എന്നും ക്രിസ് ജാമിയോട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ക്രിസിന് ഉറക്കം കിട്ടുന്നേ ഇല്ല ജാമിയെ കുറിച്ച് ആലോചിച്ചിട്ട്. അങ്ങനെ അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന ജാമിയുടെയും തന്റെയും പഴയ ഫോട്ടോസ് ഒക്കെ ക്രിസ് ഇരുന്ന് നോക്കുകയാണ്. അതേപോലെ പണ്ട് ക്രിസ് ജാമിയെ കുറിച്ച് എഴുതിയ ഒരു പേപ്പറും കണ്ടു. അതിൽ എന്തുകൊണ്ടാണ് ജാമി ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എന്നതിന്റെ 100 കാരണങ്ങളാണ് ക്രിസ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അടുത്ത ദിവസം ക്രിസിന് ജാമിയുടെ കൂടെ പുറത്തു പോകണം. എന്നാൽ സമാന്ത കൂടെയുള്ളപ്പോൾ അവളെ ഒഴിവാക്കി ജാമിയുടെ കൂടെ പോകുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ക്രിസ് ചെയ്തത് എന്തെന്ന് വെച്ചാല് ക്രിസിന്റെ സഹോദരൻ മൈക്കിനോട് സമാന്തയെ ഒന്ന് ഡീൽ ചെയ്യാനായി പറഞ്ഞു. അങ്ങനെ സമാന്തയെ റെഡിയാക്കി കാറിൽ കയറ്റി മൈക്കിന്റെ കൂടെ സമാന്തയെ വിടുകയാണ്. അങ്ങനെ അത് ഒഴിഞ്ഞു കിട്ടി. ക്രിസ് ഒരു അടിപൊളി പോർഷെ കാറുമായി ജാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ജാമിയെ കൂട്ടി അവര് പണ്ട് എപ്പോഴും ഭക്ഷണം കഴിക്കാനായി പോകുന്ന റെസ്റ്റോറന്റിൽ അവര് ഒന്നിച്ചു പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ജാമി ചോദിക്കാണ്, നീ എവിടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം? നീ ഞാൻ കാരണമാണ് ഒളിച്ചോടി പോയത്? അങ്ങനൊന്നുമില്ല. എനിക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഓർമ്മയില്ല. ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടു. പിന്നെ ഒരു ചേഞ്ച് ആവുമെന്ന് കരുതിയാണ് ഞാൻ പോയത് എന്നൊക്കെ ക്രിസ് പറയുകയാണ്. ബൈ ദ വേ, എന്താണ് നിന്റെ പ്ലാൻസ് എന്ന് ക്രിസ് ചോദിച്ചപ്പോൾ, ഞാൻ ആക്ച്വലി ബാറിൽ ജോലി ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ടാണ്. ഞാൻ ഒരു ടീച്ചർ ആവാനായി പോവുകയാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് എന്നൊക്കെ ജാമി പറയുകയാണ്. എന്തായാലും അവര് സംസാരിക്കുമ്പോൾ ജാമി അത്ര ഹാപ്പി ഒന്നുമല്ല. കാരണം ക്രിസ് ഇപ്പോൾ ഒരുപാട് മാറി, പണ്ടത്തെ പോലെയല്ല എന്നൊക്കെ ജാമിക്ക് മനസ്സിലായി. എന്തായാലും ഇവിടെ ക്രിസ് ജാമിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കി പോവുകയാണ്. ക്രിസിന് ഇപ്പോഴും തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ട്. എന്നാൽ അതിനു മാത്രം ക്രിസിന് ധൈര്യമില്ല. അങ്ങനെ ജാമിയെ തിരിച്ച് വീട്ടിലാക്കിയതിനു ശേഷം തന്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയാത്തതിന്റെ ദേഷ്യത്തിൽ സ്വയം തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിചിത്രമായിട്ട് ക്രിസ് പെരുമാറുന്നത് കാണാം. എന്നാൽ അപ്പോൾ ജാമി അവിടെ വന്നതായി കാണാം. പുള്ളിക്കാരി ഇതൊക്കെ കണ്ടു. സോ കാറിൽ തന്റെ ഗ്ലൗസ് വെച്ച് മാറുന്നു. അതെടുക്കാനാണ് ജാമി വീണ്ടും വന്നത്. ക്രിസ് ആകെ ചമ്മി നാറിയ അവസ്ഥയായി പോയി. അങ്ങനെ ക്രിസ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. തനിക്ക് ജാമിയെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ അത് അവളോട് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ക്രിസ് അവരോട് പറയുന്നത്. അന്ന് രാത്രി ക്രിസ് ജാമിയെ വിളിച്ചു. ഇന്ന് തനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജാമി, അതൊന്നും സാരമില്ല, നിനക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ അറിയുമോ? നമുക്ക് നാളെ ഐസ് സ്കേറ്റിംഗിന് പോയാലോ എന്ന് ജാമി പറഞ്ഞപ്പോൾ അത് കേട്ട് ക്രിസിന് ഭയങ്കര സന്തോഷമായി. കാരണം ക്രിസ് ഐസ് സ്കേറ്റിംഗിൽ പ്രോ ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇനി ക്രിസിന് തന്റെ ഐസ് സ്കേറ്റിംഗ് സ്കിൽസ് ഒക്കെ കാണിച്ച് ജാമിയെ വളരെ ഈസി ആയിട്ട് ഇംപ്രസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം ക്രിസ് തന്റെ പഴയ ഐസ് സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ അത് അവിടെ കാണുന്നില്ല. അപ്പൊ അമ്മ വന്ന് പറയാണ്, അതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ആർക്കും എടുത്തു കൊടുത്തു. അതിവിടെ ഉണ്ടായിട്ടും പ്രയോജനമൊന്നും ഇല്ലല്ലോ. നിനക്കാണെങ്കിൽ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനും അറിയത്തില്ല. അമ്മ, അതൊക്കെ പണ്ട്, ഞാനിപ്പോൾ ഐസ് സ്കേറ്റിംഗിൽ പ്രൊഫഷണൽ ആണ് എന്നൊക്കെ ക്രിസ് അമ്മയോട് ദേഷ്യത്തിൽ പറയുകയാണ്. എന്തായാലും ഇനി വേറെ വഴിയില്ല, ഒരു ഐസ് സ്കേറ്റിംഗ് ഷൂസ് വാടക എടുക്കണം. അങ്ങനെ വാടക എടുത്ത ഐസ് സ്കേറ്റിംഗ് ഷൂസ് ആണെങ്കിലോ വളരെ പോക്ക് സാധനമാണ്. അത് ധരിച്ച് നമ്മുടെ ക്രിസിന് മര്യാദക്ക് നടക്കാൻ പോലും ആവുന്നില്ല. നടക്കുമ്പോഴൊക്കെ ബാലൻസ് തെറ്റി വീഴുന്നു. ഇത് കണ്ടാൽ ഒരാൾ പോലും ക്രിസ് പ്രൊഫഷണൽ ആണെന്ന് പറയത്തില്ല. അങ്ങനെ വീണ ക്രിസിനെ എഴുന്നേൽപ്പിച്ച് ജാമി നടക്കുകയാണ്. അവരങ്ങനെ ഈ കഴിഞ്ഞ 10 വർഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ പരസ്പരം പറയുകയാണ്. അങ്ങനെ അവര് സംസാരിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ജാമി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസിനെ അവര് കണ്ടുമുട്ടിയത്. അവരങ്ങനെ ഐസ് സ്കേറ്റിംഗ് മാച്ച് നടത്താനേ തീരുമാനിച്ചു. അങ്ങനെ കുട്ടികളോടൊപ്പമാണ് നമ്മുടെ ഹീറോ കളിക്കുന്നത്. ആള് ഐസ് ഹോക്കിയിൽ പ്രൊഫഷണൽ ആണെങ്കിൽ കൂടി താൻ റെന്റ് എടുത്ത ഷൂസ് പണി കൊടുത്തു. മര്യാദക്ക് കളിക്കാനേ പറ്റുന്നില്ല. കുട്ടികൾക്കാർക്കും ക്രിസിനെ ഇഷ്ടപ്പെടുന്നുമില്ല. അവരൊക്കെ ക്രിസിനെ വഴക്ക് പറയുന്നൊക്കെയുണ്ട്. അങ്ങനെ എല്ലാ കുട്ടികളും ക്രിസിനെ ഒച്ചത്തിൽ കളിയാക്കുകയാണ്. ഇത് കേട്ടപ്പോ ക്രിസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആളുടെ ഈഗോ ഹേർട്ടായി. അങ്ങനെ രണ്ടും കളിപ്പിച്ച് പവർഫുൾ ആയിട്ട് ക്രിസ് ഷൂട്ട് ചെയ്യാനായി പോവുകയാണ്. അത് ഗോൾ ആവുമെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അത് പോസ്റ്റിനെ കൊണ്ട് ക്രിസിന്റെ മോന്തക്ക് തന്നെ വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ക്രിസിനെ കൊണ്ടുപോകാനായി ആംബുലൻസ് വന്നു. ക്രിസിന്റെ മുഖം കണ്ട് ജാമി ബോധം കെട്ടി വീണു. അപ്പോൾ ആംബുലൻസിൽ വന്നവൻ ജാമിയെ എടുക്കുകയാണ്. അത് ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ മുടിയൊക്കെ നീട്ടി വളർത്തിയ പാട്ടുകാരനായ ഡെസ്റ്റിയാണ് അത്. അങ്ങനെ അവരും വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. നമ്മൾക്കറിയാം ഡെസ്റ്റിക്കും ജാമിയെ പണ്ട് മുതലേ ഇഷ്ടമാണ്. ആള് ജാമിയുടെ പേരിൽ പാട്ടൊക്കെ എഴുതിയതാണ്. അങ്ങനെ ആംബുലൻസിൽ വെച്ച് നമ്മുടെ ക്രിസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ജാമിയും ഡെസ്റ്റിയും സംസാരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ക്രിസിന് തീരെ സഹിക്കുന്നില്ല. വായിൽ പന്നി കുത്തി കയറ്റിയത് കൊണ്ട് തന്നെ ക്രിസിനാണെങ്കിൽ സംസാരിക്കാനും കഴിയുന്നില്ല.
സോ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പരിക്കേറ്റ ക്രിസിന്റെ പല്ലുകളൊക്കെ ക്രിസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാർക്ക് റെഡിയാക്കി. അന്ന് രാത്രി ക്രിസ് വീണ്ടും ജാമിയെ വിളിക്കുകയാണ്. നമുക്കൊരു സിനിമക്ക് പോയാലോ എന്ന് ചോദിച്ചാണ് ക്രിസ് ജാമിയെ വിളിച്ചത്. അതിനെന്താ, ഇന്ന് രാത്രി തന്നെ നമുക്ക് സിനിമക്ക് പോകാമെന്ന് ജാമി പറഞ്ഞു. അതിനുശേഷം ജാമിയെ ഡസ്റ്റി വിളിക്കുന്നതും കാണാം. അങ്ങനെ ക്രിസ് ജാമിയുടെ കൂടെ സിനിമക്ക് പോകാനായി ഒരുങ്ങുകയാണ്. അതിനു മുൻപ് സമാന്തയെ ഒഴിവാക്കണം. അതിനായി ക്രിസ് തന്റെ സഹോദരൻ മൈക്കിന് സഹായം തന്നെ വീണ്ടും ചോദിച്ചു. സമാന്തയെ കൂട്ടി കാറിൽ കയറ്റിയിരുത്തി എന്നിട്ട് മൈക്കിന്റെ കൂടെ സമാന്തയെ ക്രിസ് ഔട്ടിങ്ങിന് അയക്കുകയാണ്. സോ ജാമി ക്രിസിന്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി ജാമിയെ കാത്തു നിൽക്കുകയാണ് ക്രിസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജാമി അവിടെ എത്തുന്നത്. ജാമിയുടെ സൗന്ദര്യം കണ്ട് നമ്മുടെ ക്രിസിന് വായിൽ നിന്ന് വെള്ളം വന്നു. പക്ഷെ ഒരുത്തനെ കണ്ടപ്പോൾ ക്രിസിന്റെ മൂഡ് ആകെ ഔട്ടായി. അതായത് ജാമിയുടെ കൂടെ ഡസ്റ്റിയും അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ക്രിസ് ജാമിയെ കോൾ ചെയ്ത് കട്ട് ചെയ്തതിനു ശേഷം ഡസ്റ്റി ജാമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാമി ഡസ്റ്റിയും ഔട്ടിങ്ങിന് പോകാനായി ക്ഷണിച്ചു. ഈ ഡസ്റ്റിന്റെ സംസാരമൊക്കെ കേട്ടാൽ ആരായാലും വീണുപോകും. ക്രിസിന്റെ അമ്മയെ വരെ ഡസ്റ്റി സംസാരിച്ച് കൈക്കലാക്കുന്നുണ്ട്. അങ്ങനെ അവര് പുറത്തേക്ക് പോകുമ്പോൾ ഡസ്റ്റി ക്രിസിന്റെ അമ്മയെ കൂടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു മൂവി ഡേറ്റ് പ്ലാൻ ചെയ്ത് നമ്മുടെ ക്രിസ് ആരായി അമ്മയും ഡസ്റ്റിയും വന്ന് നമ്മുടെ ക്രിസിന്റെ പ്ലാൻസ് എല്ലാം കുളമാക്കി. അങ്ങനെ അവര് പോയ സിനിമയാണെങ്കിൽ ഭയങ്കര ക്രിഞ്ച് റൊമാൻറ്റിക് ഇമോഷണൽ സിനിമയാണ്. ഇത് കണ്ട് തിയേറ്ററിലെ എല്ലാവരും പൊട്ടിക്കരയുന്നു. എന്നാൽ എന്തോന്നാടെ ഇത് എന്ന് നോക്കി നമ്മുടെ ക്രിസ് മാത്രം വായ് പൊളന്നിരിക്കുന്നു. ക്രിസ് ജാമിയെ നോക്കിയപ്പോൾ ജാമിയും സിനിമ കണ്ട് പൊട്ടിക്കരയുന്നു. എന്തായാലും അവരുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ക്രിസിനെ ഇന്നും ജാമിയെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജാമിയെയും ക്രിസിന്റെ അമ്മയും ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തത് ഡസ്റ്റിയാണ്. ഇതൊക്കെ കണ്ട് ക്രിസിന് ഡസ്റ്റിയോട് ശരിക്കും ദേഷ്യവും അസൂയൊക്കെ തോന്നുന്നുണ്ട്. അന്ന് രാത്രി ക്രിസും ജാമിയും അവരുടെ പഴയ ഫണ്ണി വീഡിയോസ് ഒക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്രിസ് ജാമിയെ പുള്ളിക്കാരുടെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ ഗൈസ് സമാന്തയെ കൂട്ടി പോയ മൈക്കിലെ ആ സ്ഥലത്താണെങ്കിൽ ഒടുക്കത്തെ അടിയും പിടിയും പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നിരന്തരമായി ക്രിസ് ഒഴിവാക്കുന്നത് കണ്ട് സമാന്തക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ക്രിസ് ജാമിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകാനായി ഒരുങ്ങുകയാണ്. എന്നും ക്രിസിന് സമാന്തയെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. അപ്പൊ സമാന്ത ഉറങ്ങുന്ന സമയത്ത് ക്രിസ് മൈക്കിനോട് ഇന്നും നീ സമാന്തയെ കൂട്ടി എവിടെങ്കിലുമായിട്ട് പോകണമെന്ന് പറയുകയാണ്. എന്നാൽ സമാന്ത ഇവിടെ ഉറക്കത്തിലല്ല, പുള്ളിക്കാരി ഉറക്ക അഭിനയിച്ച് ക്രിസും മൈക്കും പ്ലാൻ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ക്രിസ് തന്റെ പോർഷെ കാർ എടുക്കാനായി പോയപ്പോൾ അത് ഇന്നലെ രാത്രി മൈക്ക് പാർക്ക് ചെയ്ത് ഗ്ലാസ് ഒന്നും അടച്ചിട്ടില്ല. അങ്ങനെ പോർഷെ കാറിൽ മുഴുവനും മഞ്ഞ് കയറി അത് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ക്രിസ് തന്റെ പഴയ സൈക്കിൾ എടുത്തുകൊണ്ടാണ് ജാമിയെ കാണാനായി പോകുന്ന സമയത്ത് ആള് സ്ലിപ്പായി വീഴുന്നൊക്കെയുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്രിസിന്റെ മൂഡ് ആകെ പോയി. കാരണം അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്നത് ഡസ്റ്റിയാണ്. ഡസ്റ്റിയുടെ പാട്ട് അസഹനീയമാണ് എന്ന് നമ്മൾ 10 വർഷം മുൻപ് കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഡസ്റ്റി അടിപൊളിയായിട്ട് തന്നെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. അതേപോലെ ജാമിയുടെ പേരിൽ ഡസ്റ്റി എഴുതിയ പാട്ട് അതിമനോഹരമായിട്ട് തന്നെ ഡസ്റ്റി പാടുന്നുമുണ്ട്. അങ്ങനെ ഡസ്റ്റി വളരെ കൂളായിട്ട് ജാമിയെ ഇംപ്രസ് ചെയ്തു. ജാമിയെ മാത്രമല്ല പുള്ളിക്കാരിയുടെ വീട്ടുകാരെയും. അപ്പൊ നമ്മുടെ ക്രിസ് വീണ്ടും ആരായി. പിന്നെ ഇവിടെ മൈക്കിന്റെ കഴുത്ത് പിടിച്ച് ക്രിസ് എവിടത്തേക്കാണ് പോയതെന്ന് സമാന്ത ചോദിച്ചു. അങ്ങനെ വേറെ വഴിയില്ലാതെ ജാമിയുടെ വീട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായി പോയതാണ് എന്നും മൈക്ക് സമാന്തയോട് പറഞ്ഞു കൊടുത്തു. സോ ഇവിടെ അവരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവിടെ സമാന്ത കാറുമായി ഇടിച്ചു കയറി വരികയാണ്. പുള്ളിക്കാരി വന്നതിന് ശേഷം ആദ്യം തന്നെ ജാമിയെ ഒരുപാട് തെറി പറയുകയാണ്. അവര് രണ്ടുപേരും തർക്കമാവുകയും ചെയ്തു. അതിനുശേഷം നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്രിസിനിട്ട് ഒരു ഇടിയും കൊടുത്ത് സമാന്ത കാറുമായി അവിടുന്ന് പോവുകയാണ്. എന്നാൽ പുള്ളിക്കാരി പോകുന്ന സമയത്ത് അവിടെയുള്ള ലൈറ്റ്സിന്റെ കേബിൾസ് ഒക്കെ കാറിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാമിയുടെ അച്ഛൻ അവിടെ ഒരുക്കിയ മുഴുവൻ ക്രിസ്മസ് ഡെക്കറേഷൻസും നശിച്ചു പോവുകയാണ്. അന്ന് രാത്രി ക്രിസ് കിടന്ന സമയത്ത് ഫോൺ നോക്കിയപ്പോൾ സമാന്ത താൻ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോറി ഒക്കെ അയച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ക്രിസ് ഫോൺ വലിച്ചെറിഞ്ഞു. അപ്പോൾ ദാ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. അത് സമാന്തയാണ് എന്ന് കരുതി ദേഷ്യത്തോടെ ക്രിസ് ഡോർ തുറക്കാനേ ചെന്നു. എന്നാൽ അത് സമാന്തയല്ല, അത് ജാമിയാണ്. ജാമി ക്രിസ് പണ്ട് ജാമിയെ കുറിച്ച് എഴുതിയത് കണ്ടുപിടിച്ചു. അതായത് എന്തുകൊണ്ടാണ് ജാമി ഏറ്റവും ബെസ്റ്റ് ഗേൾ എന്നതിന്റെ 100 കാരണങ്ങൾ. അങ്ങനെ അന്ന് രാത്രി അവര് ഒന്നിച്ചായിരുന്നു ക്രിസിന്റെ വീട്ടിൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസിന് ജാമിയെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം. എന്നാൽ അത് ക്രിസ് ഇതുവരെ ജാമിയോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതിനുള്ള ധൈര്യം ക്രിസിനില്ല. എന്നാൽ അതേപോലെ ജാമിക്കും ക്രിസിനോട് ഇഷ്ടമാണ്. എന്നാൽ പുള്ളിക്കാരിക്കും അത് പറയാൻ ധൈര്യമില്ല. എന്നാൽ
എന്നാൽ ഇന്ന് രാത്രി അവര് രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നത്. ജാമി ക്രിസിന്റെ കൂടെ കിടക്കുന്ന സമയത്ത് ക്രിസിനെ വളക്കാൻ വേണ്ടി ചില മൂവ് നടത്തിയിട്ടുണ്ടെങ്കിലും ക്രിസ് പേടിച്ചിട്ട് ജാമിയെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ജാമി ക്രിസിന് തന്നോട് ഇഷ്ടമൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ ആക്ച്വലി ക്രിസ് പേടിച്ചിട്ടാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ക്രിസ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ലാർക്കിനോട് പറയാണ്. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ വളച്ചിട്ടുണ്ട്, എന്നാൽ ജാമിയുടെ അടുത്തെത്തുമ്പോൾ എനിക്ക് എന്താണ് പറ്റുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ ക്ലാർക്കിനോട് ക്രിസ് പറഞ്ഞപ്പോൾ ക്ലാർക്ക് പറയാണ്, ഇനിയും നീ ഇതുപോലെ മണ്ടൻ കളി കളിച്ചാല് ആ ഡസ്റ്റി ജാമിയെ കൊത്തിക്കൊണ്ടുപോകും. അവന് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു നടക്കുമ്പോൾ ദാന്റെ ഡസ്റ്റി ആ ഹോസ്പിറ്റലിലെ ഒരു നഴ്സിനെ വളക്കുന്നു. ജാനിസ് എന്നാണ് ആ നഴ്സിന്റെ പേര്. ജാനിസ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡസ്റ്റി പാട്ട് പാടുകയാണ്. അതായത് ജാമിയുടെ പേരിൽ ഡസ്റ്റി എഴുതിയ പാട്ടില്ലേ, അതേ പാട്ട് തന്നെയാണ്. എന്നാൽ അതിൽ ജാമിയുടെ പേരിന് പകരം ജാനിസ് എന്ന്. അതായത് ഇതെല്ലാം ഇവന്റെ നമ്പർ മാത്രമാണ്. പെണ്ണുങ്ങളെ വീഴ്ത്താൻ അവരുടെ പേരിട്ട് സെയിം പാട്ട് അവരുടെ അടുത്ത് പോയിട്ട് പാടും. പെണ്ണുങ്ങൾ ഇവന്റെ അടുത്ത് വീണ് ഫ്ലാറ്റ് ആവും. അപ്പോ ഇതൊക്കെ ക്രിസ് കണ്ടു. ക്രിസിന്റെ അടുത്ത് പോയിട്ട് ഡസ്റ്റി വെല്ലുവിളിക്കുകയാണ്. അതായത് ജാമി എന്റെ പെണ്ണാണ്, അവളെ നീ വളക്കുന്നതിന് മുൻപ് ഞാൻ വളക്കും. ഇതെന്റെ വാശിയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് അവൾ എന്നെ നിന്റെ മുന്നിൽ വെച്ച് റിജക്ട് ചെയ്തതാണ്. സോ ഇവിടെ ക്രിസ് ജാമിയുടെ വീട്ടിലേക്ക് പോയി കഥക തുറന്നത് ജാമിയുടെ അച്ഛനാണ്. ഇന്നലെ നടന്ന കാര്യത്തിനൊക്കെ അദ്ദേഹത്തോട് ക്രിസ് മാപ്പ് പറഞ്ഞു. ജാമി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ പള്ളിയിലാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ക്രിസ് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിൽ ഡസ്റ്റിയാണ് പാട്ട് പെർഫോം ചെയ്യുന്നത്. അവിടെ ജാമിയും കുട്ടികളുമുണ്ട്. ജാമി, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ് ജാമിയെ കൂട്ടി പോകുമ്പോൾ പാട്ട് പെർഫോം ചെയ്യുന്ന ഡസ്റ്റി ജാമിയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അത് കാര്യമാക്കാതെ ജാമിയുടെ കൈ പിടിച്ച് ക്രിസ് കൊണ്ടുപോയി. എന്നിട്ട് ക്രിസ് ഡസ്റ്റിയുടെ കള്ളത്തരങ്ങളെ കുറിച്ചൊക്കെ ജാമിയോട് പറയുകയാണ്. അവൻ ഭൂലോക ഫ്രോഡാണ്, നിന്റെ പേരിൽ എഴുതിയ പാട്ടൊന്നുമല്ല അത് അവൻ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പാടുന്ന പാട്ടാണ് എന്നൊക്കെ ജാമിയോട് ക്രിസ് പറഞ്ഞപ്പോൾ ജാമി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ദാ അവിടത്തേക്ക് ഡസ്റ്റി വന്നു. ഡസ്റ്റിയെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്ന ക്രിസ് ഡസ്റ്റിയെ പള്ളിയിൽ വെച്ച് അടിച്ചിടുകയാണ്. പക്ഷെ എല്ലാവരും ഇവിടെ ക്രിസിനെതിരാണ്. ഡസ്റ്റി എല്ലാവരും കയ്യിലെടുത്തത് കൊണ്ട് അവിടെയുള്ള പള്ളിക്കാരും കുട്ടികളും എല്ലാവരും ക്രിസിന് എതിരായി. അതേപോലെ അവര് ക്രിസിനെ തൂക്കിയെടുത്ത് പള്ളിയുടെ പുറത്തെറിഞ്ഞു. അങ്ങനെ ക്രിസ് ദേഷ്യത്തിൽ അഥവാ സങ്കടത്തിൽ വീണ്ടും നാട് വിടാനെ തീരുമാനിച്ചു. അതായത് ന്യൂ ജേഴ്സിയിൽ നിന്ന് തിരിച്ച് ലോസ് ആഞ്ചലസിലേക്ക്. പക്ഷെ ബസ്സിൽ പോകുന്ന സമയത്ത് അമിതമായി മദ്യപിച്ച ക്രിസിനെ ബസ് ഡ്രൈവർ പിടിച്ച് പുറത്തെറിയുകയാണ്. അങ്ങനെ ക്രിസ് വീണ്ടും ജാമിയെ കാണാനായി ചെല്ലുകയാണ്, അവസാനമായി ഒരു ഗുഡ് ബൈ പറയാൻ. എന്നാൽ അവിടെയും ഡസ്റ്റി എന്നവൻ വന്നു. അവൻ ക്രിസിനെ തടഞ്ഞു നിർത്തി പറയാണ്, ഇന്ന് ഞാൻ ജാമിയോട് എന്റെ ഇഷ്ടം തുറന്നു പറയും, അതും നിന്റെ മുന്നിൽ വെച്ച്. നീ നോക്കിക്കോ, അവൾ എന്നോട് യെസ് പറയും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ജാമിയുടെ അടുത്തേക്ക് ഡസ്റ്റി പ്രൊപ്പോസ് ചെയ്യാനായി പോവുകയാണ്. എന്നാൽ ജാമി അവനോട്, നീ എന്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമല്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇത് കേട്ട് പ്ലിങ് ആയ ഡസ്റ്റി അവിടുന്ന് നാണം കെട്ടു പോവുകയാണ്. അതിനുശേഷം നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, നിനക്ക് വട്ടായോ എന്നൊക്കെ ജാമി ദേഷ്യത്തോടെ ക്രിസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസും വളരെ മോശമായിട്ട് ജാമിയോട് തർക്കിച്ചു. ജാമി ക്രിസിനെ അടിച്ചു. അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് ക്രിസ് ലോസ് ആഞ്ചലസിലേക്ക് മടങ്ങി പോവുകയാണ്. പക്ഷെ ലോസ് ആഞ്ചലസിലെത്തിയ ക്രിസിന്റെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ് ആകെ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഒന്നിനും തനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഉറക്ക് കിട്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ക്രിസ് തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ന്യൂജേഴ്സിയിലെത്തിയ ക്രിസ് ആദ്യം തന്നെ ചെയ്തത് ഒരു ടാക്സി പിടിച്ച് ജാമിയെ കാണാനായി ഓടിച്ചെന്നു. അങ്ങനെ ഫൈനലി ക്രിസ് താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ജാമിയോട് മാപ്പ് പറയുകയും അതേപോലെ ഇത്രയും വർഷങ്ങളായി താൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന തന്റെ ഇഷ്ടം ജാമിയോട് തുറന്നു പറയുകയും ചെയ്തു. അതൊക്കെ കേട്ട് ജാമിക്കും ഒരുപാട് സന്തോഷമായി. അവര് വിവാഹം ചെയ്യാനായി ഒരുങ്ങുകയാണ്. അവര് ഫൈനലി ഇനി മുതൽ ഫ്രണ്ട്സ് അല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനായി പോവുകയാണ്. ഇവിടെയാണ് ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന സിനിമ അവസാനിക്കുന്നത്.